Hello friends, welcome back to Technique Malayalam. In നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജിയോന്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയ Jiobook 11 ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോക്സ്. ഇതിന്റെ ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ലാപ്ടോപ്പ് ആണ്. എൻട്രി ലെവൽ കാറ്റഗറിയിലുള്ള ഒരു ലാപ്ടോപ്പ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആസ്പെക്ട്സ്, പ്രൈസിംഗ്, സ്പെക്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താണ്. ഇപ്പോൾ ഇത് 2 ദിവസം മുമ്പെയാണ് ഇന്ത്യയിൽ അനൗൺസ് ചെയ്തത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ലിമിറ്റഡ് അവൈലബിലിറ്റി ആയിരുന്നു, കുറച്ച് പേർക്ക് കൊടുത്തിട്ട് അത് ടെസ്റ്റിംഗ് ഫേസിലായിരുന്നു പ്രോബ്ലി. ഇപ്പോൾ അത് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് Jiobook 11. അപ്പോൾ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് എന്ന നിലയിലേക്കാണ്, അതായത് സ്റ്റുഡൻസിനും അതേപോലെ നമുക്ക് ബേസിക് ബ്രൗസിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾക്കായി വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ലാപ്ടോപ്പാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ വഴിയെ പറയാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Jiobook 11 ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള സ്പെക്സും ഫീച്ചേഴ്സും പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നിങ്ങൾക്ക് കാണാം Jiobook എഴുതി കാണാം, ജിയോൻ്റെ ലോഗോ ഉണ്ട് ഇവിടെ. പിന്നെ സൈഡിൽ നമുക്ക് എന്താ നോക്കണം ഉണ്ട്, സൈഡിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 4GB റാമും 64GB സ്റ്റോറേജുമാണ്. 4GB LPDDR4 റാമും 64GB സ്റ്റോറേജ് eMMC സ്റ്റോറേജാണ്. ഇതാണ് മീഡിയടെക്കിൻ്റെ MT8788 ആണ്. ഇതൊരു ഒക്ടാകോർ പ്രോസസ്സറാണ്. ഇതാണ് ചിപ്പ് വരുന്നത്. പിന്നെ 11.6 ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ HD ഡ്യുവൽ ഡിജിറ്റൽ മൈക്ക് ഉണ്ട്. HD ക്യാമറയാണ്, ഒരു 2 MP HD ക്യാമറ. ഇൻബിൽഡ് 4G LTE സിം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഈ 4G LTE വെച്ച് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ജിയോ സിമ്മാണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്, അതേപോലെ എക്സ്പാൻഡബിൾ മെമ്മറി സ്ലോട്ട് ഉണ്ട്. അപ്പോൾ 64GB പോരെങ്കിൽ നിങ്ങൾക്ക് ഒരു SD കാർഡ് മേടിച്ചിട്ട് അപ്പോൾ അറൗണ്ട് 256GB അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ 8 hours ഓഫ് ബാറ്ററി ലൈഫ്, 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ ജിയോ OS, ഇത് ആക്ച്വലി ജിയോൻ്റെ OS ആണ്. ഇൻഫാക്ട് ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്, ഏറെക്കുറെ ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. പിന്നെ ഇത്രയും ബോക്സിനകത്ത് എഴുതിയിട്ടുള്ളൂ ഇതല്ലേ, വിത്ത് ലവ് ഫ്രം ജിയോ എന്ന് മാത്രം എഴുതി കാണാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ തുറക്കാം. തുറന്നിട്ട് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വെൽക്കം ടു ഡിജിറ്റൽ വേൾഡ് ഓഫ് ജിയോ എന്നുള്ള Jiobookiൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഗൈഡ് തന്നെ, സിം ഇടാനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ടല്ലോ, ജസ്റ്റേഴ്സ്, ടച്ച് പാഡ് ജസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. വിൻഡോസൊക്കെ പോലെ ജസ്റ്റേഴ്സ് ഉണ്ട്, അതും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്, Ctrl+C Ctrl+V എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് കട്ട്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിൻഡോസ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ ഏറെക്കുറെ അതേപോലെയൊക്കെ ചെയ്യാം, എങ്കിലും കുറച്ച് ഡിഫറൻസ് ഒബ്വിയസ്ലി ഉണ്ടാവും. എന്തായാലും ജസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലാപ്ടോപ്പ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ് അല്ലേ, സ്റ്റാൻഡേർഡ് അഡാപ്റ്ററാണ് കണ്ടില്ലേ. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലാപ്ടോപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് Jiobook. അപ്പോൾ വളരെ കോമ്പാക്ട് സൈസാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു 11.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ ചെറിയ സൈസാണ്, തരില്ലേ, വളരെ ഹാൻഡിയാണ്. വെറും 990 ഗ്രാംസേ ഉള്ളൂ, അതായത് 1 കിലോയിൽ താഴെയാണ്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തിക്നെസ്സും കണ്ടോ, അത്രയ്ക്കൊന്നുമില്ല, ഒരു 16.3 mm എന്തേ ഉള്ളൂ. അപ്പോൾ വളരെ മിനിമലാണെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനൊപ്പം തന്നെ ഈ മാറ്റ് ഫിനിഷ് ഉണ്ട്, ഇത് വളരെ സോഫ്റ്റ് മാറ്റ് ഫിനിഷാണ്. ഈ ജിയോൻ്റെ ലോഗോ കുറച്ചൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ്, നല്ല സോഫ്റ്റ് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും തന്നെ മാറ്റ് ഫിനിഷിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഡേർട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ, അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒട്ടി നിൽക്കും, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കി എനിക്ക് തോന്നുന്നത് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. മെറ്റീരിയൽ ഫിനിഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ്, ബാക്കി എല്ലാം തന്നെ ബ്ലൂ ആണ്. ഇനി വേറെ കളേഴ്സിൽ അവൈലബിൾ ആണോ എനിക്കറിയില്ല. ഇവിടെ ജിയോൻ്റെ ലോഗോ ഉണ്ടല്ലേ, കുറച്ചൊരു എന്താ പറയുക ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫിനിഷാണ്. ഇനി പോർട്സ് ആൻഡ് കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് ഒരു USB 2.0 പോർട്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇത് ചാർജിങ് പോർട്ടാണ്, LED ഇൻഡിക്കേറ്റർ. ഇത് മിനി HDMI പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡിസ്പ്ലേ വേറെ എവിടെയും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മിനി HDMI ആയിട്ടാണ്, നോർമൽ HDMI അല്ല, മിനി HDMI ആണ്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇതാണ് സിം സ്ലോട്ട്. ഇവിടെ 4G ജിയോൻ്റെ 4G സിം യൂസ് ചെയ്യുക. പിന്നെ ഇത് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ളതാണ്, അതായത് SD കാർഡ്. പിന്നെ 3.5 audio jack, വേറൊരു USB 2.0 പോർട്ടാണ്. USB Type-C പോർട്ട് ഇല്ല കേട്ടോ ഇതിനകത്ത്. പിന്നെ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കണം നോക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, തുറക്കുമ്പോൾ വളരെ ഒരു മനോഹരമായ ലാപ്ടോപ്പായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, നിങ്ങൾക്കിത് കീബോർഡ് കണ്ടോ, എഡ്ജ് ടു എഡ്ജ് കീബോർഡാണ്. വളരെ സ്റ്റൈലിഷ് ഫോം ഫാക്ടറാന്ന് പറയാം. ഇവിടെ നമുക്ക് കുറച്ച് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതിനൊപ്പം തന്നെ നല്ലൊരു ഫുൾ ഫ്ലെജ് കീബോർഡും ഒരു ട്രാക്ക് പാഡ്. ഇനി കീബോർഡിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ നല്ലൊരു ഇൻഡെപ്ത് കീബോർഡ് എക്സ്പീരിയൻസ് ആണ്. ടൈപ്പിംഗ് കുഴപ്പമില്ല. ചെറിയൊരു ഇതുണ്ടല്ലേ, ഒരു ചെറിയ രീതിയിലാണ് താഴ്ന്നു പോകുന്നുണ്ട്, എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. കുറേ ഷോർട്ട് കട്ട് കീസും ഉണ്ട്. അതേപോലെ ജിയോ F കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫങ്ഷനാലിറ്റിയും കിട്ടും. അപ്പോൾ ഇവിടെ ജിയോ എന്നുള്ളതാണ് കീബോർഡിൻ്റെ ഇത്. അപ്പോൾ ഫങ്ഷനാലിറ്റി ഒക്കെ അതിനകത്ത് കിട്ടില്ല, നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്.
പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടൺ മുകളിൽ എല്ലാ കൺട്രോൾസും ഉണ്ട്. ഇതുണ്ടല്ലേ, മൾട്ടി ടാസ്കിങ്, അതേപോലെ ബ്രൈറ്റ്നസ്, വോളിയം കൺട്രോൾ, സ്ലീപ്പ്, വൈഫൈ, അങ്ങനെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഇൻക്ലൂഡഡ് ആണ്. നല്ലൊരു കീബോർഡ് എനിക്ക് തോന്നി. പിന്നെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ അത്യാവശ്യം ടൈപ്പിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള കീബോർഡാണ്. പിന്നെ ട്രാക്ക് പാഡ് കുഴപ്പമില്ല എന്ന് പറയാം, ഭയങ്കര ഒരു ആക്യുറേറ്റ് ഒന്നും പറയുന്നില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ട്രാക്ക് പാഡ്. എനിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 1-2 ദിവസം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് അക്കസ്റ്റംഡ് ആകും, കുഴപ്പമില്ലാത്ത. പിന്നെ ഒരുപാട് ജസ്റ്റേഴ്സ് ഒക്കെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നല്ലൊരു ട്രാക്ക് പാഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ഇവിടെയും നല്ല സോഫ്റ്റ് ഫിനിഷാണ്. അപ്പോൾ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത്. ഈ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്കൊരു HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഏറെക്കുറെ ഒരു 11.6 LED ബാക്ക്ലിറ്റ് ഡിസ്പ്ലേ ആണ്. 1366x768 ആണ് റെസൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു HD ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ താഴത്തെ ബെസൽസിൽ ജിയോ ബുക്ക് നിധിയാണ്, സൈഡിലും അത്യാവശ്യം വലിയ ബെസൽസ് ആണ്, കാരണം ഇത് ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു 2 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ കൺട്രോൾസ് കാണാം. ഇവിടെ ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ, അതൊരു വ്യത്യാസമുണ്ട്. കാരണം ചില ക്രോം ബുക്സ് ഒക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ക്വിക്ക് സെറ്റിങ്സ്, അതേപോലെ ബ്ലൂടൂത്ത്. ഇവിടെ സിം കാർഡിൻ്റെ 4G LTE കാണാം, ബാറ്ററി കാണാം, നോട്ടിഫിക്കേഷൻ കാണാം. അപ്പോൾ ഞാൻ ഇനി ജിയോ ബുക്കിൻ്റെ OS കുറിച്ചൊന്ന് പറയാം. ജിയോ OS ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എല്ലാ ആപ്സും കാണാം. ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്സും കാണുന്നുണ്ടല്ലേ, ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. ജിയോ സ്റ്റോർ, സെറ്റിങ്സ്, മൈ ജിയോ, ജിമെയിൽ, ക്യാമറ, ഇൻ്റർനെറ്റ് ബ്രൗസർ ഉണ്ട്, പെയിൻറ്റ്, സ്റ്റിക്കി നോട്ട്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. പിന്നെ ക്വിക്ക് ഹീൽ സെക്യൂരിറ്റി ഉണ്ട്, അതിൽ തന്നെ പാരൻ്റൽ കൺട്രോൾസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബേസിക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആപ്സും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതുണ്ടല്ലേ ജിയോ മീറ്റ്, അതായത് നമ്മൾ മീറ്റിംഗ്സ് നടത്തണമെങ്കിലുണ്ട്. വേർഡ് ഇൻസ്റ്റാൾഡ് ആണ്, ക്വിക്ക് സപ്പോർട്ട് ഉണ്ട്, ടാസ്ക് മാനേജർ ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മ്യൂസിക് പ്ലെയർ ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ആപ്സിനകത്ത് നമുക്ക് കാണാം. മൈ ജിയോ, ജിയോ സ്റ്റോർ നോക്കാം എന്താണെന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആപ്പ് സ്റ്റോറാണ് ഇത് ആക്ച്വലി. മൈ ആപ്സ് ഉണ്ടല്ലേ, എല്ലാ ആപ്സും ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ആപ്സൊക്കെ ഉണ്ട്. വാട്സാപ്പ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഇങ്ങനത്തെ എല്ലാ ആപ്സും ഉണ്ട്. ട്രെൻഡിങ് ആപ്സ് ഉണ്ട്, നമുക്ക് പോയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു ജിയോ അക്കൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും എല്ലാ അഡീഷണൽ ആപ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓൾ ആപ്സ്, അഡീഷണൽ ആപ്സിൽ. അപ്പോൾ ബേസിക് നമുക്കൊരു വേണ്ട ആപ്സൊക്കെ ഉണ്ടല്ലേ, OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്, PDF റീഡർ ഉണ്ട്, ഫേസ്ബുക്ക്, അതേപോലെ WPS ഓഫീസ്, യൂട്യൂബ്, ഗെയിംസ്, അങ്ങനെ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റോറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇത് ജിയോ സ്റ്റോറിലാണ് വരുന്നത് മാത്രം. ഏറെക്കുറെ ഇതൊരു ആൻഡ്രോയിഡ് ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ആപ്സും തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ആപ്സൊക്കെ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് വേണമെങ്കിൽ ഇൻസ്റ്റാളും ചെയ്യാവുന്നതാണ്. പ്രീ ഇൻസ്റ്റാൾ കുറേ ആപ്സ് ഓൾറെഡി വരുന്നുണ്ട്. ജിയോൻ്റെ ഏറെക്കുറെ ആപ്സൊക്കെ തന്നെ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിന് ബാക്കിയുള്ള UI നോക്കുകയാണെങ്കിൽ സെറ്റിങ്സിലൊന്ന് പോവാം. സെറ്റിങ്സ് കണ്ടില്ലേ, സിസ്റ്റം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ്, ഇതുണ്ടല്ലേ, ബാറ്ററി, സ്റ്റോറേജ്, ഇതൊക്കെ തന്നെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കണക്റ്റഡ് ഡിവൈസസ്, നെറ്റ്വർക്ക്, പേഴ്സണലൈസേഷനിൽ ലൈറ്റ് തീം, ഡാർക്ക് തീമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് തീമിലേക്ക് പോവാം. ലൈറ്റ് തീം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈറ്റ് തീം, ഡാർക്ക് തീമും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാ വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ സേവർ, ബാക്ക്ഗ്രൗണ്ട്, ബേസിക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അക്കൗണ്ട്സ് ആഡ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ അക്കൗണ്ട്സ് വേണമെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് 365 ഉണ്ട്. അഡീഷണൽ അക്കൗണ്ട്സ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ, ലാംഗ്വേജ്, പ്രൈവസി, ഡിവൈസ് സെക്യൂരിറ്റി, അബൌട്ട് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലീഗൽ ഇൻഫർമേഷൻ കാണാം. ജിയോ ബുക്ക് 11 2023, സിം സ്റ്റാറ്റസ് ജിയോ ആണ്. മീഡിയ ടെക്കിൻ്റെ ഒക്ടോകോർ MT8788 ഒക്ടോകോർ പ്രോസസ്സറാണ്. 4 GB ഓഫ് RAM ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ഓപ്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സെറ്റിങ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ ടച്ച് പാഡ്, ട്രാക്ക് പാഡ് അത്രയ്ക്കൊരു റെസ്പോൺസീവ് അല്ല, എങ്കിലും ഏറെക്കുറെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. ഒരു എന്താ പറയുക, കുറച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ബേസിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പിന്നെ ഫയൽ മാനേജറും ഉണ്ട്, ഇവിടെ കണ്ടില്ലേ, ഒരു ഫയൽ മാനേജറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് ഫയൽ മാനേജർ ഉണ്ടല്ലേ, ജിയോ ബുക്ക്. ഔട്ട് ഓഫ് ദ ബോക്സ് 52.47 GB ആണ് അവൈലബിൾ ആവുന്നത്. 64-ൽ 52 GB ആണ്. അറൗണ്ട് 12 GB OS എടുത്തിരിക്കുകയാണ്. അപ്പോൾ 52 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ട്, ജിയോ ക്ലൗഡ് ഉണ്ട്, ഡിജി ബോക്സിലും ഉണ്ട്. എത്രയോ സ്റ്റോറേജ്, 100 GB ക്ലൗഡ് സ്റ്റോറേജ് എന്തോ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. SD കാർഡ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്, അതിൽ പോയി നിങ്ങൾക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ക്വിക്ക് സെറ്റിങ്സ് ഉണ്ട്.
അതുണ്ടല്ലേ എയർപ്ലെയിൻ മോഡ്, ലൊക്കേഷൻ, ഡേറ്റ സേവർ, നൈറ്റ്സ് ലൈറ്റ്, ഹോട്ട്സ്പോട്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഇവിടുന്ന് വളരെ ഈസിലി ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്ലൂടൂത്ത്, വോളിയം കൺട്രോൾ, പിന്നെ വൈഫൈ, LTE, നോട്ടിഫിക്കേഷൻ ഏരിയ, അതുണ്ടല്ലേ നോട്ടിഫിക്കേഷൻ ഏരിയ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ബാറ്ററി കാണാം. ബാറ്ററി അറൗണ്ട് 4000 mAh ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 8 മണിക്കൂറാണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു OS എക്സ്പീരിയൻസ് ജിയോ ബുക്കിൻ്റെ. പിന്നെ പെർഫോമൻസ് കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മീഡിയടെക്കിൻ്റെ ഒക്ടകോർ പ്രോസസ്സറാണ്. 4GB LPDDR4 റാമാണ്. പിന്നെ സ്റ്റോറേജ് ആണ് ഞാൻ പറഞ്ഞല്ലോ eMMC ആണ്. അപ്പോൾ ഭയങ്കര ഒരു സ്പീഡൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പോൾ ഇത് എന്താ പറയുക, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ ടാസ്ക്, അതായത് ബ്രൗസിങ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്യുക, ബ്രൗസിങ് ചെയ്യുക, അങ്ങനത്തെ കാഷ്വൽ യൂസേജിൽ സിനിമ കാണാൻ അത്രയ്ക്കൊരു വേർത്ത് അല്ല, കാരണം HD ഡിസ്പ്ലേ ഉള്ളൂ. എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാം. കാരണം ഒരു 4GB റാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റാം എക്സ്പീരിയൻസ് ആണ്. ഇതൊരു സ്റ്റുഡൻസിന് ഇൻറ്റൻഡഡ് ലാപ്ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് കാര്യത്തിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. ഓവറോൾ യൂസേജിൽ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. നല്ലൊരു ബേസിക് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് കീബോർഡൊക്കെ നല്ല ഒരു സ്റ്റൈലിഷ് ലാപ്ടോപ്പാണ്. അതേപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എഗെയിൻ ഞാൻ പറയാം, ഇതൊരു സ്റ്റുഡൻസ് ലാപ്ടോപ്പാണ്. ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് മേടിക്കണമെങ്കിൽ. അപ്പോൾ ഒരു എൻട്രി ലെവൽ ലാപ്ടോപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഇത് പെർഫോമൻസ് ഇതിൻ്റെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ് ടു 8 hours ഓഫ് ബാറ്ററി ലൈഫാണ് 4000 mAh ബാറ്ററി നൽകുന്നത്. അപ്പോൾ ഏറെക്കുറെ ഒരു 1 day ഓഫ് യൂസേജ് എന്നൊക്കെ പറയാം. കാരണം നമ്മൾ കണ്ടിന്യൂസ് 8 hours ഒരിക്കലും ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കില്ല. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഡേ ഓഫ് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. പ്രോബ്ലി ഇൻ റിയൽ വേൾഡിൽ പ്രോബ്ലി 6 to 7 hours കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഭയങ്കര ഒരു ഹെവി ടാസ്കിന് വേണ്ടിയിട്ടുള്ളതല്ലോ. അപ്പോൾ ബാറ്ററി ലൈഫും അതേപോലെ തന്നെ അത്യാവശ്യം ഏറെക്കുറെ നല്ല രീതിയിൽ വരേണ്ടതാണ്. ഞാൻ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, എങ്കിലും എൻ്റെ ഒരു ലാപ്ടോപ്പ് ടെസ്റ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഈസിലി കിട്ടേണ്ടതാണ്. ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ 4G LTE സിം കാർഡ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 5.0 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു എന്താ പറയുക ജിയോ ബുക്കിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ അല്ലോട്ടോ ചെയ്തത്, ഇത് വെറും ഹാൻഡ്സ് ഓൺ മാത്രമാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏറെക്കുറെ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 16,499 രൂപയാണ്. 16,500 റുപ്പീസാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ പ്രൈസിന് ജിയോ ബുക്ക് എത്രത്തോളം വേർത്താണെന്ന് ചോദിച്ചാൽ പ്രോബ്ലി കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ക്രോം ബുക്സും ഒരുപാട് അവൈലബിൾ ആണ്. അറൗണ്ട് ലെസ് ദാൻ 20,000 ക്രോം ബുക്സ് അവൈലബിൾ ആണ്. ഈവൻ ടച്ച് സ്ക്രീനൊക്കെ ഉള്ള ക്രോം ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഇതും അതേപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ബേസ്ഡ് OS ആണ്. ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ലാപ്ടോപ്പാണ്. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ജിയോ ബുക്കിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലാപ്ടോപ്പിനെ കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇത് നല്ലതാണോ മോശമാണോ, എന്താണ് ഇതിൽ മിസ്സിങ്, എല്ലാം തന്നെ നിങ്ങൾ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.